യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരെയും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിനത് കാരണമാകട്ടെ, ദൈവത്തിൻ്റെ ഇടപെടലിന് അത് കാരണമാകട്ടെ. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ഓർക്കുക. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും കിട്ടിയില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം ഒന്നും ശരിയായില്ലല്ലോ, ഞാൻ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ എന്താണ് ദൈവം കേൾക്കാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്തേ. നാളുകളായി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും ഇല്ല. നാളുകളായി ഈ സാഹചര്യങ്ങളൊന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയും കിട്ടിയില്ലായിരിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ദൈവം ഒരുക്കുന്നതെങ്കിലോ. നിങ്ങൾ പ്രാർത്ഥിച്ച് മടുപ്പ് കൂടാതെ, വിഷമം കൂടാതെ, നല്ല വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദിവസേന വചനം കേൾക്കുന്നവരും, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവരും, എഴുതി പ്രാർത്ഥിച്ചവരും, വന്നു പ്രാർത്ഥിച്ചവരും ഒക്കെയുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങളുണ്ടെങ്കിലും ഇനിയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ചിലർ നിരാശരാണ്, ചിലർ ദുഃഖിതരാണ്, ചിലർക്ക് നല്ല സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുമുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അവർക്ക് മറുപടിയായത് വരണമേ. ഇന്നത്തെ വചനം അവർക്ക് ഉത്തരമായി വരണമേ. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവെ ഇവരെ സഹായിക്കണമേ. ഓരോ വചനം കേൾക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, മക്കളെ, യുവതി യുവാക്കൾ, സ്വപ്നങ്ങൾ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗത്തിനായി ദൈവകരങ്ങളിൽ, തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വായിക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. 25-ാമത്തെ വാക്യം: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അത് വളരെ കൃത്യതയോടെ ആരാധിക്കാൻ പറ്റുവാണേൽ ആരാധിക്കണം, സമയം ഒക്കുന്നെങ്കിൽ ആരാധിക്കണം എന്നല്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവവചനം കേൾക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുക്കണം, ആരാധിക്കണം. അതിനുശേഷം എഴുതിയിട്ടുണ്ട്, അപ്പോൾ. എപ്പോൾ? ദൈവത്തെ ഒരാൾ ആരാധിക്കുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. ഒരാൾ ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ആ അനുഗ്രഹം എങ്ങോട്ടേക്കൊക്കെ വന്നു? ഭക്ഷണത്തേക്ക്, പാനീയത്തിലേക്ക്. അപ്പോൾ അനുഗ്രഹം ഒരു കിണറ്റിലോ കുളത്തിലോ പുഴയിലോ ഒക്കെ ഒരു കല്ലിട്ടാൽ അതിൻ്റെ ആ വെള്ളമുള്ള സ്ഥലം വരെയും അതിൻ്റെ ഓളങ്ങളുണ്ടാവും. നമ്മളൊരു ദിവസം വചനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കേട്ടത് കൊണ്ട് അങ്ങ് തീർന്നു. അല്ല, ആ വചനത്തിൻ്റെ ഓളങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും വരും, ടച്ച് ചെയ്യും. ഇവിടെ നോക്ക്, നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും. അവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാനൊരു വാക്ക് പറയാം, ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം മാറും. ദാരിദ്ര്യം സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദാരിദ്ര്യം മാറും. സാമ്പത്തിക മേഖലയിൽ ഒരു ദൈവാനുഗ്രഹം വരുമെന്നല്ല എൻ്റെ ഒരു അർത്ഥം കൂടെ. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും മാറും. ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമായതിനെ ദൈവം ഒരുക്കി തരും. ദൈവദൂതന്മാരെ പോലെയുള്ള ചിലർ നിങ്ങളെ സഹായിക്കാൻ വരും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ചില സഹായം വരും. പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കും.
ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും, മാറ്റിക്കളയും. അപ്പോൾ രോഗമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ ദൈവം തൂത്ത് തുടച്ചു മാറ്റും. നിങ്ങൾക്ക് രോഗമോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മാറുന്നില്ലല്ലോ, ഒന്നിനു പുറകെ ഒന്നായി രോഗമാണല്ലോ, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനേ നേരമുള്ളൂ, എപ്പോഴും ഈ വീട്ടിൽ മരുന്ന് മാത്രമേ ഉള്ളൂ, 1000 രൂപ കിട്ടിയ 2000 രൂപയുടെ മരുന്നാണ് വേണം, കിട്ടിയ പണം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉള്ളൂ. നിങ്ങൾ സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വീട്, ആരോഗ്യം, രോഗങ്ങളെല്ലാം മാറാൻ തുടങ്ങും. ആരോഗ്യം ഒരു അനുഗ്രഹമാകാൻ തുടങ്ങും. ഒന്ന്, ഭക്ഷണപാനീയങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ദാരിദ്ര്യം വിട്ടുമാറും. 2, രോഗം മാറും. പാട്ട് തന്നെ ഉണ്ടല്ലോ, രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ. അപ്പം കുടുംബത്തിനകത്ത് ശാരീരികമായ പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ മാറാൻ തുടങ്ങും. ദൈവം അതിനെ മാറ്റും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊന്നും ഒരു പ്രയാസം ഉണ്ടാവത്തില്ല. ആരോഗ്യമുള്ള തലമുറകളുണ്ടാവും. ആരോഗ്യമുള്ള തലമുറ. ഇപ്പം എന്തെല്ലാം കാര്യമായി? ഭക്ഷണം, പാനീയം, ആരോഗ്യം, തലമുറ. ഇനിയോ അടുത്തതാണ്, നിനക്ക് ദീർഘായുസ് തരും. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ദീർഘായുസ്, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുക. ഒരാൾ ഒറ്റ കാര്യം ചെയ്തപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി എത്ര അനുഗ്രഹമാണെന്നൊന്ന് എണ്ണിക്കേ. ഒരാൾ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആ ഒരൊറ്റ പ്രവൃത്തിയെ ചുറ്റിപ്പറ്റി എണ്ണി നോക്കുക എത്ര അനുഗ്രഹങ്ങളാണ് ഉള്ളതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്നവരും ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരാ, ദൈവവചനം കേട്ട് ആരാധിക്കാൻ വരുന്നവരാ. നിങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കാതിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തെ ദൈവം സഹായിക്കാതിരിക്കില്ല. നിങ്ങൾ പറയാനിടവരും, ദൈവം എനിക്ക് സഹായമായി മാറി, ദൈവം എനിക്ക് സൗഖ്യമായിട്ട് മാറി, ദൈവം എനിക്കൊരു വിടുതലായി മാറി, എൻ്റെ കുടുംബത്തിൽ നിന്ന് രോഗങ്ങളൊക്കെ മാറാനിടയായി, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാനിടയായി, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം ഒരു അനുഗ്രഹമായി, എൻ്റെ ഭക്ഷണപാനീയ ദാരിദ്ര്യമൊക്കെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. ഇതൊക്കെ പറയാൻ ഇടവരും. പലരും നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തുണ്ടായി? നിങ്ങൾ ഈ വചനം കേട്ടിട്ട് എന്നാ കിട്ടി? നിങ്ങൾ ഈ ആരാധിക്കാൻ പോയിട്ട് എന്ത് മെച്ചമാണ് ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വാഗ്ദാനങ്ങളാണ്. ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളാണ്. വിശ്വസിക്കുന്നവരിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാവും. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ഇത് യാഥാർത്ഥ്യമാവും. മനുഷ്യൻ്റെ വ്യർത്ഥ വാക്കുകൾ കേട്ട് തെറ്റായ തീരുമാനമൊന്നും എടുക്കണ്ട. നമുക്ക് പലപ്പോഴും തോന്നും, പ്രാർത്ഥിക്കണ്ട, വചനമൊന്നും കേൾക്കണ്ട, ആരാധിക്കണ്ട, എന്തിന്, ഏതിന്? മടുപ്പും ക്ഷീണവും ദേഷ്യവും പിണക്കവും ഒക്കെ തോന്നും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ദൈവത്തെ ആരാധിച്ചാൽ ഭക്ഷണപാനീയങ്ങളിൽ ആ ദൈവാനുഗ്രഹം വരും, മക്കളുടെ മേൽ വരും, ആരോഗ്യത്തിൻ്റെ മേൽ വരും, രോഗങ്ങളൊക്കെ വിട്ടുമാറും. നിങ്ങളുടെ വീടിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ചിലർ പറയും, കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖമാണ്, വീട്ടുകാർക്ക് എന്നും രോഗമാണ്, ഒരു മെച്ചവും ഇല്ല, ഒരു മിച്ചവും ഇല്ല. നമ്മുടെ വീട്ടിൽ സാമ്പത്തികമായി ആകെ എത്ര പൈസ കിട്ടിയാലും തികയല, ഒരു ഉപകാരത്തെ കൊള്ളിക്കാൻ പറ്റില്ല, പിന്നെ തട്ടിമുട്ടി അങ്ങ് പോകുന്നു, കഷ്ടിച്ചങ്ങ് പോകുന്നു എന്നൊക്കെ പറയില്ലേ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ നൽകിയ ഉറപ്പുണ്ട്. ഇത് ദൈവം നൽകിയ വാക്കാണ്. ഇത് നാട്ടുകാർക്ക് ആർക്കെങ്കിലും ദർശനം കിട്ടിയിട്ട് രേഖപ്പെടുത്തിയതല്ല. ഇത് സത്യദൈവത്തിൻ്റെ വാക്കാണ്. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ ഭക്ഷണപാനീയത്തിനൊന്നും ഒരു കുറവും വരികയില്ല, ദാരിദ്ര്യം ഉണ്ടാകുകയില്ല, മക്കൾ അനുഗ്രഹിക്കപ്പെടും, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും, ദീർഘായുസ് ലഭിക്കും. ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്, 27-ാമത്തെ വാക്യം. നിൻ്റെ വഴികളെ ദൈവം ഒരുക്കുന്നു, തടസ്സങ്ങളെ മാറ്റുന്നു. നീ ചെന്നെത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. ഇത് വായിക്കുമ്പോൾ വഴികളെ ഒരുക്കുന്ന,
തടസ്സങ്ങളെ മാറ്റി വഴികളെ ഒരുക്കും. ഇന്ന് വചനം കേൾക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ബസ്സിലിരുന്നോ കാറിലിരുന്നോ യാത്രയിലോ മുറിക്കകത്തിരുന്നോ പ്രാർത്ഥനാ മുറിയിലിരുന്നോ യാദൃശ്ചികമായോ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയുവാണ്, ദൈവം നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികളെ ഒരുക്കുന്നുണ്ട്. ശത്രുക്കളെ മാറ്റും. ഒരു പുതിയ വഴികൾ അവിടെ തെളിഞ്ഞു വരും. ഒരു ദൈവാനുഗ്രഹം അതിനകത്ത് വരും. ദൈവത്തിൻ്റെ വലിയൊരു സഹായം അവിടെ കിട്ടും. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല. ജോലിയുടെ കാര്യമാകാം, പിള്ളേരുടെ കാര്യമാകാം, അഡ്മിഷൻ്റെ കാര്യമാകാം, മുന്നോട്ടുള്ള പഠനമാകാം, ജോലിയാകാം, ആ വിസയുടെ കാര്യമോ PR-ൻ്റെ കാര്യമോ ആ രാജ്യത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാര്യമാണ്, വീട് മേടിക്കുന്ന കാര്യമാകാം, വീട് കൊടുക്കുന്ന കാര്യമാകാം, സ്ഥലം മേടിക്കുന്ന കാര്യമാകാം, പിള്ളേരുടെ സ്വഭാവത്തിൻ്റെ കാര്യമാകാം. അവിടെ എല്ലാം ദൈവം ഒരു വഴിയൊരുക്കും. ആരാധിക്കുന്നവൻ്റെ പുറകെ വന്ന അനുഗ്രഹങ്ങൾ എത്ര എണ്ണമാണെന്ന് സമയമുള്ളപ്പോൾ ഒന്ന് എണ്ണിക്കോ. എണ്ണി പറയാൻ മാത്രമുള്ള അനുഗ്രഹങ്ങൾ. ചെയ്തതോ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ദൈവത്തെ ആരാധിച്ചു. അതിനുവേണ്ടി സമയം മാറ്റിവെച്ചു, അതിനുവേണ്ടി ഇച്ചിരി സമയം മാറ്റിവെച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ യാത്രകളിൽ തീരുമാനങ്ങളിൽ ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടം, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും ആരോഗ്യത്താൽ സംരക്ഷിക്കണമേ. ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ. സമാധാനം, സന്തോഷം തരണമേ. സഞ്ചരിക്കുന്ന വാഹനം, ഓടിക്കുന്ന വാഹനം, എടുക്കുന്ന തീരുമാനം എല്ലാം അനുഗ്രഹമാകട്ടെ. ജോലി, ബിസിനസ്സൊക്കെ അനുഗ്രഹമാകട്ടെ. ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു അനുഗ്രഹം. തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ചതിയിൽ പെടുകയില്ല. ആർക്കും ചതിക്കാൻ പറ്റില്ല. ആർക്കും നിന്നെ കബളിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം, സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.